എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലമാണ് അല്ലേ? എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ ഓൺലൈനിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അമ്മമാരായാലും മക്കളെ പഠിപ്പിക്കുന്ന അമ്മമാരായാലും കുട്ടികളായാലും വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ തന്നെ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മമാരായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അമ്മമാരും മക്കളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മമാരാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ സ്വയം ശ്രദ്ധിക്കേണ്ട സമയമൊക്കെ ആയി. ഓക്കെ, അപ്പോൾ ആരാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ലൊരു എൻവയോൺമെൻ്റ് ആണോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനോട് ചേർന്നിട്ടൊക്കെയാണ് കുട്ടികളുടെ പഠിത്തത്തിൻ്റെ സ്ഥലം. അല്ലെങ്കിൽ TV ഒക്കെ വെച്ചിട്ട് TV കാണുന്നതിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ആ സൗണ്ടും എല്ലാം അവരെ ഡിസ്റ്റർബ് ചെയ്യും അല്ലേ? അപ്പോൾ പഠിക്കാനായിട്ട് തോന്നുന്ന രീതിയിലുള്ള, പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള, പഠിക്കാനുള്ള മെറ്റീരിയൽസ് മാത്രം ഉണ്ടാവുന്ന ഒരു സ്റ്റഡി സ്പേസ് ആയിരിക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ അത് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞു കുട്ടികളുടേതൊക്കെ ആണെങ്കിൽ, കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ അല്ലെ, നമ്മൾ സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ ഒരു ശ്രദ്ധയും അറ്റൻഷനും ഒന്നും നമുക്ക് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ടീച്ചർമാർ പറയുന്നത് നമ്മളിലേക്ക് എത്തണം, നമുക്ക് ശ്രദ്ധ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഓൺലൈൻ പഠനത്തിൻ്റെ സമയത്ത് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് എല്ലാം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിന് കയറുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ നമ്മുടെ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, ബുക്ക് അല്ലെ, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, എഴുതാനുള്ള പെന്ന്, പെൻസില്, ജിയോമെട്രി ബോക്സ്, കുടിക്കാനുള്ള വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈ എത്തുന്നിടത്ത് തന്നെ നമ്മൾ നീറ്റായിട്ട് ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ നമ്മൾ ആ ഭാഗത്ത് പഠിക്കാനായിട്ട് എല്ലാ മെറ്റീരിയൽസും കറക്റ്റായിട്ട് എടുത്തു വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചാൽ മാത്രം പോരാ. ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ടീച്ചർ ക്ലാസ്സിലോട്ട് നമ്മൾ കയറുമ്പോൾ കറക്റ്റായിട്ട് ഓഡിയോ അല്ലെ, ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വീഡിയോ നെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആ കറക്റ്റ്, ഇപ്പോൾ 10 മണിക്കാണ് ക്ലാസ് എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് പോയിട്ട് 10 മണിക്ക് നമ്മൾ തുറക്കാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും എറർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത്രയും ടൈം വേസ്റ്റായി പോകും അല്ലേ? അപ്പോൾ ക്ലാസ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് മുന്നേ തന്നെ നമ്മുടെ എത്രയാണോ ടൈം, ഒരു 5-10 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഓഡിയോയും വീഡിയോയും ഒക്കെ കറക്റ്റ് ആണോ, നെറ്റിൻ്റെ എറർ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നേ തന്നെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ക്ലിയർ ചെയ്തിട്ടിരുന്നു. ഇനി നമ്മൾ ക്ലാസ്സിൽ ഇരിക്കാൻ പോകുന്നതിന് മുൻപേ നമുക്ക് തലേ ദിവസം തന്നെ അറിയാം അല്ലെ, നാളെ എന്താണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ തലേ ദിവസം തന്നെ എന്താണോ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന ഭാഗം എന്നുള്ളത് നമുക്ക് അറിയുമെങ്കിൽ ആ ഭാഗം ഒന്ന് ടെക്സ്റ്റ് എടുത്തിട്ടൊന്ന് വായിക്കുക. വായിക്കുക എന്ന് പറയുമ്പോൾ മൊത്തം വായിക്കണം എന്നൊന്നും പറയില്ല. ഏതാണ് ചാപ്റ്റർ, അതിൻ്റെ ഹെഡിങ്സ് ഒക്കെ ഒന്ന് വായിക്കുക, സബ് ഹെഡിങ്സ് ഒക്കെ വായിക്കുക. ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളൊരു ധാരണയിലെത്തുക. ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കുക. നമ്മൾ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ പഠനം എഫക്റ്റീവായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുതിയ രീതിയിലൊന്ന് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ ടീച്ചർ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്ന വാക്കുകളാണ്, പുതിയതായിട്ടാണ് എല്ലാ കാര്യങ്ങളും കേൾക്കുന്നതെങ്കിൽ നമുക്കതിനെ പ്രത്യേകിച്ച് നമുക്കൊന്നും മനസ്സിലാവാത്ത ഒരവസ്ഥ വരും അല്ലെ? അത്യാവശ്യം നന്നായിട്ട് ഒക്കെ കിട്ടുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് പോലെയല്ല ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അല്ലെ? അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നാളെ എന്താണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ എന്ത് ചെയ്യുക?
ആ ഭാഗം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കണ്ണോടിച്ചിട്ട് എല്ലാ പേജും ഒന്ന് മറിച്ച് ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒന്ന് വായിക്കുക. അതിനുശേഷം ബാക്കിലുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യം ടീച്ചർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വായിച്ചതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പറ്റുമെങ്കിൽ അതൊന്ന് വായിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്കിപ്പോൾ ഫോണൊക്കെ നെറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് അതിന് പറ്റിയിട്ടുള്ള ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ കാണാൻ പറ്റും. അതുകൂടെ കണ്ടു പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതൊന്നും പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് കണ്ണോടിച്ച് അതെന്താണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ക്ലാസ്സിന് ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കയറാനായിട്ട് സഹായിക്കും. ഓക്കെ, അതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്ലാസ് കേൾക്കാനായിട്ടിരിക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കേൾക്കാതെ എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ശ്രദ്ധ ക്ലാസ്സിലോട്ട് മാത്രം പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു നോട്ടും പെന്നും ഉണ്ടായിരിക്കണം. ടീച്ചർ അപ്പം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം കൈകൊണ്ട് എഴുതിയിട്ട് ഒരു നോട്ട്, അതിന് വേണ്ടിയിട്ട് ഒരു റഫ് നോട്ട് വെക്കുക. റഫ് നോട്ടിൽ ജസ്റ്റ് ഇങ്ങനെ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തിട്ട് എഴുതുക. അതിനുശേഷം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ പുതിയ നോട്ട് ബുക്കിലോട്ട് ഈ റഫ് നോട്ടിൽ നിന്ന് പകർത്തുക. അപ്പോൾ എന്തിനാണ് ഈ 2 പണി ചെയ്യാൻ നിൽക്കുന്നത്? അപ്പോൾ ആദ്യം തന്നെ മെയിൻ നോട്ടിലോട്ട് എഴുതിയ പ്രശ്നം തീർന്നില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് എഴുതി വെച്ചിട്ട് അത് അവിടെ വെച്ചോളും. ഓക്കെ, ഇപ്പോൾ നമ്മൾ റഫ് നോട്ടിലാണ് ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തത്. അതിനുശേഷം നമ്മളത് മെയിൻ നോട്ടിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ആ സംഭവം ഒന്നുകൂടി ഒന്ന് വായിക്കും അല്ലേ? ഒന്നുകൂടി വൃത്തിയായിട്ട് നീറ്റായിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം വായിക്കും, എന്നിട്ട് അതിലോട്ട് തിരിച്ച് എഴുതുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ് തലേ ദിവസം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കണ്ണോടിച്ച് വായിച്ചു, ടീച്ചറുടെ ക്ലാസ് കേട്ടു, റഫ് നോട്ടിലോട്ട് എഴുതി, then അത് നമ്മൾ പുതിയ നോട്ടിലോട്ട് പകർത്തി എഴുതുകയും കൂടെ ചെയ്യുമ്പോഴത്തേനും ആ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതൊരു റിവിഷൻ പോലെ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് കൂടുതൽ നന്നായിട്ട് ആ കാര്യം മനസ്സിലാക്കാനായിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്ത് കാര്യം നമ്മൾ ടീച്ചറെ ക്ലാസ് എടുക്കുമ്പോഴും ജസ്റ്റ് ഒരു റഫ് നോട്ടിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അത് മെയിൻ നോട്ട് ബുക്കിലേക്ക് ഒന്ന് പകർത്തി എഴുതുക. പകർത്തി എഴുതുമ്പോൾ 2ാം പണിയാണെന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്, ഇപ്പോൾ മൊബൈലിലാണ് ക്ലാസ്സുകൾ കാണുന്നത്, ചിലർ ലാപ്ടോപ്പിലുണ്ടാവും, ചിലർ ഫോണിലായിരിക്കും. അപ്പോൾ ഫോണിലൊക്കെയാണ് ക്ലാസ് കാണുന്നതെങ്കിൽ നമുക്ക് ഫോണിലിടയ്ക്ക് എന്തെങ്കിലും മെസ്സേജൊക്കെ അല്ലെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എന്തെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോകും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് വരാതിരിക്കാനായിട്ട് നമുക്കത് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സൈലൻ്റ് ആക്കാനോ ഒക്കെ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാതെ ശബ്ദമൊന്നും വരാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ക്ലാസ്സിലിരിക്കാനായിട്ട്. ഇനി അല്ലെങ്കിൽ ടി വിയുടെ ശബ്ദം അല്ലെ ടി വിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സ്പേസിൽ നിന്നൊക്കെ മാറ്റിയിട്ട് വേണം നമ്മുടെ പഠിക്കാനിരിക്കുന്ന സ്ഥലം എന്ന് പറയാനായിട്ട്. അപ്പം നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവരുത് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നെ നമ്മുടെ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഓപ്പോസിറ്റായിട്ട് ചുമരിൽ വേണ്ട ഒരു കാര്യമാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. നമുക്ക് എത്ര ടൈമിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്ര മണിക്ക് കഴിയും, ആ ഒരു ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ടൈം എന്ന് പറയുന്നത് പ്രഷ്യസ് ആണ് അല്ലേ? അപ്പോൾ സമയത്തിനെ കുറിച്ച് ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ പഠനമുറിയിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്ത് ഡൗട്ട് വന്നാലും ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ഡൗട്ട് വന്നാലും അത് അപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. നമുക്ക് ക്ലാസ് റൂമിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ടീച്ചറോട് എങ്ങനെ ചോദിക്കുന്നു, ഡയറക്റ്റായിട്ട് നമ്മൾ എല്ലാം ക്ലിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു. ഇപ്പം അങ്ങനെയല്ല, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. അപ്പം നമ്മുടെ ഡൗട്ടും ക്ലിയർ ആവും. പിന്നെ നമ്മളിങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ ടീച്ചർമാർക്ക് കുറച്ചുകൂടി ഇത് കിട്ടും, കുട്ടി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കേട്ട് നമുക്ക് മനസ്സിലാവും. കുറച്ചൊക്കെ മനസ്സിലാവാതിരിക്കുമ്പോഴാണല്ലോ നമ്മൾ ഡൗട്ട് ചോദിക്കുക. അപ്പം ആ കുട്ടി അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് ടീച്ചർക്കും കിട്ടും. നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റും. ആണല്ലോ? അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ അപ്പോൾ തന്നെ ടീച്ചറോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് മാറ്റിവെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ല എഫക്റ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ആണല്ലോ? അപ്പോൾ അമ്മമാരായാലും കുട്ടികളായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. ആണല്ലോ? അപ്പോൾ ഇത്രയും പറയാനായിട്ടാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ
സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.